ഇറാൻ സംഘർഷം അതിരൂക്ഷമാവുകയാണ്. സംഘർഷം തുടങ്ങിയപ്പോൾ 8-ാം ദിവസം പിന്നിടുമ്പോഴും യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുകയാണ്. ഇതിനിടയിൽ ആദ്യമായിട്ടാണ് ക്ലസ്റ്റർ ബോംബുകൾ ഇറാൻ പ്രയോഗിച്ചു എന്ന വാർത്തകൾ പുറത്തുവരുന്നത്. മാത്രമല്ല, ഇത് ആദ്യമായിട്ട് തന്നെയായിരിക്കും ഒരു രാജ്യം യുദ്ധമുഖത്ത് ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിക്കുന്നതും. അതുകൊണ്ട് തന്നെ എന്താണ് ക്ലസ്റ്റർ ബോംബുകൾ? ഇവ എത്രത്തോളം തന്നെ അപകടകാരികളാണ്? ഇവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നത് തുടങ്ങിയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ്. മിസൈലുകളിൽ പോർമുനയായി ഉപയോഗിക്കുന്ന ക്ലസ്റ്റർ ബോംബുകൾ തൊടുക്കുമ്പോൾ ഒന്നാണെങ്കിൽ പോലും ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ 100 കണക്കിന് ബോംബുകളായി പൊട്ടിത്തെറിക്കുന്നവയാണ്. ഇത് സാധാരണ ബോംബുകളെ അപേക്ഷിച്ച് വലിയ ആഘാതവും വിനാശവും വരുത്തിവെക്കാൻ സാധ്യതയുള്ളവയാണ് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഏറെ അപകടം പിടിച്ച ആയുധമായാണ് പൊതുവെ ക്ലസ്റ്ററുകളെ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ കണക്കാക്കപ്പെടുന്നത്. 2008 അന്താരാഷ്ട്ര തലത്തിൽ നിരോധിച്ച ഒരു ആയുധമാണ് ക്ലസ്റ്റർ ബോംബുകൾ. ക്ലസ്റ്ററിന്റെ നിർമ്മാണം, ഉപയോഗം, സംഭരണം, കൈമാറ്റം എന്നിവ നിർത്തലാക്കണമെന്ന വ്യവസ്ഥയിൽ ലോകത്തിലെ 111 രാജ്യങ്ങൾ ഒപ്പുവെച്ചിട്ടുണ്ട്. ലക്ഷ്യത്തിലെത്തുമ്പോൾ 100 കണക്കിന് ബോംബുകളായി മാറുന്ന ക്ലസ്റ്റർ വലിയ രീതിയിൽ പൊട്ടിത്തെറിക്കും. ഇത് ലക്ഷ്യം വെക്കാത്ത സ്ഥലത്തു പോലും എത്തിപ്പെടാൻ സാധ്യതയുള്ളതിനാൽ തന്നെ നാശനഷ്ടങ്ങളുടെയും ആക്രമണത്തിന്റെയും തീവ്രത വർദ്ധിപ്പിക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം. ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വലിപ്പത്തിൽ നാശനഷ്ടം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലാണ് ക്ലസ്റ്റർ ബോംബുകളുടെ നിർമ്മാണം ഉണ്ടായിരിക്കുന്നത്. പൊട്ടിത്തെറിച്ച ക്ലസ്റ്ററുകളെക്കാൾ ഭയക്കണം പൊട്ടിത്തെറിക്കാതെ അവിടെവിടങ്ങളിലായി ചെതറിക്കിടക്കുന്ന ക്ലസ്റ്റർ ബോംബുകൾ. ഇവ പലപ്പോഴും വീഴുമ്പോൾ തന്നെ പൊട്ടിത്തെറിക്കാതെ നിശബ്ദ വില്ലനായി കിടക്കും. ഇതിനെക്കുറിച്ച് അറിയാതെ ആരെങ്കിലും അതിൽ തൊടുകയോ അല്ലെങ്കിൽ സമ്പർക്കം പുലർത്തുകയോ ചെയ്താൽ അപ്പോൾ തന്നെ ഇവ പൊട്ടിത്തെറിക്കും. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ ക്ലസ്റ്റർ ബോംബുകൾ വീണാൽ ഉണ്ടാകുന്ന ആഘാതം ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് എന്നതാണ് മറ്റൊരു വസ്തുത. 2008 ക്ലസ്റ്ററിന്റെ ഉപയോഗം അന്താരാഷ്ട്ര തലത്തിൽ നിരോധിക്കപ്പെട്ടിരുന്നു എന്നത് നേരത്തെ പറഞ്ഞ കാര്യമാണ്. എന്നാൽ 2023 നിരവധി ചർച്ചകൾക്ക് ശേഷം റഷ്യൻ സൈന്യത്തിനെതിരായ പ്രതിരോധത്തിൽ യുക്രൈന് അമേരിക്ക ക്ലസ്റ്റർ യുദ്ധക്കോപ്പുകൾ നൽകുകയായിരുന്നു. അന്ന് നടന്ന യുദ്ധത്തിൽ റഷ്യയും ക്ലസ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അടക്കം വ്യക്തമാക്കുന്നത്. ഒരു വിശാലമായ പ്രദേശം മുഴുവൻ നാശം വിതയ്ക്കാൻ സാധ്യമാകുന്ന ഒരു ആയുധം തന്നെയാണിത്. ചിതറിത്തെറിച്ച് ഉടൻ തന്നെ പൊട്ടിത്തെറിക്കാതെ കിടക്കുന്നതിനാൽ തന്നെ അപ്രതീക്ഷിതമായ പൊട്ടിത്തെറികളാണ് പിന്നീട് ഉണ്ടാവുക. 2008 അന്താരാഷ്ട്ര തലത്തിൽ പോലും നിരോധിച്ച ആയുധമാണിത്. ക്ലസ്റ്റർ ബോംബ് മിസൈലുകളുടെ നിർമ്മാണം, സംഭരണം, കൈമാറ്റം, ഉപയോഗം എന്നിവയ്ക്കെതിരെ 111 രാജ്യങ്ങൾ ഒപ്പുവയ്ക്കുകയുണ്ടായി. എന്നാൽ ഇതിൽ ഇറാനും ഇസ്രയേലും പങ്കുചേർന്നില്ല എന്നതാണ് മറ്റൊരു സവിശേഷത. അതേസമയം മിസൈലുകൾക്ക് പുറമെ തന്നെ ഇറാന്റെ കൈവശം MIRVകൾ ഉണ്ടെന്ന ആശങ്കയും ഇസ്രയേലിനുണ്ട്. ക്ലസ്റ്റർ ബോംബുകളിൽ നിന്ന് വ്യത്യസ്തമായി തന്നെ ഇവകൾ കൃത്യമായ ഗതി നിർണയ സംവിധാനങ്ങളിൽ ഒന്നാണ്. മിസൈലുകളിൽ നിന്ന് വേർപെടലിന് നിശ്ചയിച്ചിരിക്കുന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളിലേക്ക് മാത്രമായിരിക്കും ഇവ സഞ്ചാരം നടത്തുക. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾക്കൊപ്പം തന്നെ US ആണ് ആദ്യമായി ഇതിനെ പുറത്തെടുത്തത്. പിന്നാലെ തന്നെ സോവിയറ്റ് യൂണിയനും ഇത് വികസിപ്പിച്ചെടുത്തു. പിന്നീട് ബാലിസ്റ്റിക് മിസൈലിന് 5 പോർമുനകൾ വഹിക്കാനുള്ള കഴിവുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകതയായി പറയുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.